കോട്ടയത്തെ ആശുപത്രി ക്യാന്റീനിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാന്റീനിലാണ് സംഭവം. പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ക്യാന്റീൻ അടച്ചുപൂട്ടി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തുന്നു. അതിനുശേഷം ഏത് രീതിയിലാണ് ഒരു പരാതി ഉന്നയിച്ചത്? ആരാണ് പരാതിക്കാർ? ഇപ്പോൾ ക്യാന്റീൻ അടച്ചുപൂട്ടിയിട്ടുണ്ടോ? മറ്റു നടപടികൾ എന്തൊക്കെയായിരിക്കാം? ക്രിസ്റ്റീന പുഞ്ചവയൽ സ്വദേശിയായിട്ടുള്ള മോനിച്ചനാണ് ഈ ക്യാൻറ്റീനിൽ നിന്നും ബിരിയാണി വാങ്ങുന്നത്. ബന്ധുക്കൾ വന്നപ്പോൾ ഒരു 4 ബിരിയാണി ഇവിടെ നിന്നും വാങ്ങുകയായിരുന്നു. അങ്ങനെ വാങ്ങിയ ബിരിയാണിയിൽ ഒരു ബിരിയാണിയിലാണ് ഈ പുഴുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇത് ഈ ക്യാൻറ്റീനിൽ ചെന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ സാധിച്ച സാഹചര്യം വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതെന്ന് മോനിച്ചന് മനസ്സിലായി. അങ്ങനെയാണ് സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ചൊരു പരാതി മോനിച്ചൻ നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗം, പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർക്ക് ഒരാൾക്കൊഴിച്ച് ബാക്കി ആർക്കും തന്നെ ഹെൽത്ത് കാർഡ് പോലും ഇല്ല എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കി. ഒപ്പം തന്നെ മോർച്ചറിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ അടുക്കള പ്രവർത്തിച്ചിരുന്നത്, ക്യാൻറ്റീൻ്റെ അടുക്കള ഉണ്ടായിരുന്നത്. അവിടെ വളരെ വൃത്തിഹീനമായ രീതിയിൽ ആണ് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗത്തിനും ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ ക്യാൻറ്റീൻ അടച്ചുപൂട്ടാനുള്ള ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏതായാലും തുടർ നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ മോശം ഭക്ഷണമാണ് ഈ ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്നതെന്ന് പരാതി ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ബിരിയാണിയിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റിന, ശരി. ക്യാന്റീൻ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാന്റീൻ അടച്ചുപൂട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്.